സേവന പെൻഷൻ ഓഫീസാണ്, പറയൂ. അതായത് മാർച്ച് മാസത്തെ ഉണ്ട്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ 2 പെൻഷൻ ഒരുമിച്ചാണോ അതോ 31-ാം തീയതി എങ്ങനെ കേൾക്കും? അതിന്റെ തീരുമാനം പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഒരാഴ്ച ശേഷിക്കെ സംസ്ഥാന സർക്കാർ 1750 കോടി രൂപ കൂടി കടമെടുക്കുന്നു. വികസന പ്രവർത്തനങ്ങളുടെ ശേഖരണത്തിനാണ് കടപ്പത്രം പുറപ്പെടുവിച്ചിട്ടുള്ളത്. ക്ഷേമ പെൻഷൻ അടക്കമുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം 3700 കോടി രൂപ കടമെടുത്തിരുന്നു. ഇതിനു പുറമെയാണ് ഇപ്പോൾ 1750 കോടി രൂപ കൂടി കടമെടുക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നലെ മുതൽ വിതരണം ആരംഭിക്കുമെന്ന് പറഞ്ഞ ക്ഷേമ പെൻഷൻ വിതരണം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. അതിലൊരു ഇലക്ഷൻ വോട്ട് തേടൽ ചതി ഉണ്ട് എന്ന തരത്തിൽ നമ്മൾ ഇന്നലെ നിങ്ങളെ ബോധ്യപ്പെടുത്തിയിരുന്നു. ഉത്തരവിന്റെ അടിസ്ഥാനത്തിലും നേരത്തെ വന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 25 മുതൽ ക്ഷേമ പെൻഷൻ മാർച്ച് മാസത്തേതും ഏപ്രിൽ മാസത്തേതും 31-നും വിതരണം ചെയ്യുമെന്നാണുള്ളത്. ഇത് ദേശാഭിമാനി, കൈരളി ഉൾപ്പെടെയുള്ള സർക്കാരിന്റെ മുഖ്യ ഘടകകക്ഷിയായിട്ടുള്ള CPM-ന്റെ മുഖപത്രങ്ങളിൽ വരെ വന്നതാണ്. എന്നാൽ ഈ ഒരു സമയത്ത് സാധാരണഗതിയിൽ ഇലക്ഷനൊന്നും ഇല്ലാത്ത സമയത്ത് എല്ലാ മാസവും 25-നും 26-നൊക്കെ ലഭിക്കുന്ന പെൻഷൻ ഈ മാസം ഈ ഇലക്ഷന്റെ പേരിൽ താമസിച്ചു പോകുന്നു എന്നുള്ളത് ഇതുകൊണ്ട് മരുന്ന് വാങ്ങാൻ കാത്തിരിക്കുന്ന ആളുകൾ, കടം വീട്ടാൻ കാത്തിരിക്കുന്ന ആളുകൾ, വീട്ടു സാധനങ്ങൾ വാങ്ങാൻ കാത്തിരിക്കുന്ന ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഇത് കൃത്യമായിട്ടുള്ള കാര്യമാണ്. അത് സർക്കാർ കണ്ടില്ല എന്ന് നടിക്കുന്നത് സർക്കാരിന് തന്നെ തിരിച്ചടിയാകും എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ ഇന്ന് സേവനയിൽ വിളിച്ചപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള വിവരം, പെൻഷൻ വിതരണം പറഞ്ഞിരുന്നത് ഇന്നലെ തന്നെയാണ്. പക്ഷെ വിതരണ നടപടികളിലേക്ക് കടന്നിട്ടുള്ളൂ. എപ്പോൾ വിതരണം ചെയ്യും എന്ന് ഇപ്പോൾ പറയാനാകില്ല എന്നുള്ളതാണ്. മാർച്ച് 31-ന് രണ്ടും ഒരുമിച്ചാണോ വിതരണം എന്ന് ചോദിച്ചപ്പോഴും അവർ പറയുന്നത് അതും അവർക്ക് ഇപ്പോൾ ഉറപ്പ് പറയാനാകില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫോൺ കോള് നിങ്ങളൊന്ന് കേൾക്കുക. ഹലോ, സേവന പെൻഷൻ ഓഫീസാണ്, പറയൂ. ക്ഷേമ പെൻഷൻ ഉണ്ടോ ഈ മാസത്തെ, അതായത് മാർച്ച് മാസത്തെ ഉണ്ട്. കൊടുത്തു തുടങ്ങിയിട്ടില്ല. അതിന്റെ പണികളൊക്കെ നടക്കുന്നേ ഉള്ളൂ. പിന്നെ 2 പെൻഷൻ ഒരുമിച്ചാണോ അതോ 31-ാം തീയതി എങ്ങനെ കേൾക്കും? അതിന്റെ തീരുമാനം പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതാണ് അവർക്ക് പറയാനുള്ളത്. ഒരു ഉറപ്പ് അവർക്ക് പറയാനാകുന്നില്ല. അപ്പൊ ഇലക്ഷനോടനുബന്ധിച്ച് വോട്ട് ചോദിക്കുന്ന ആ നിർണായക സമയത്ത് കയ്യിൽ പെൻഷൻ വിതരണം എത്തിക്കുക, 2 ഒരുമിച്ച് 4000 എത്തിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ഇതിന് പിന്നിൽ ഈ പെൻഷൻ വൈകിപ്പിക്കാൻ കാരണം എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ 5 മാസത്തേത് വിതരണം ചെയ്തു തുടങ്ങി എന്നാണ് പറഞ്ഞത്. ഇന്നലെ ഒരുപാട് ആളുകൾക്ക് 1 മാസത്തേത് മാത്രമാണ് ലഭിച്ചിരുന്നത്. കൂടുതൽ മാസത്തേത് കിട്ടിയിട്ടുണ്ട് എങ്കിൽ താഴെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. പ്രവാസി ക്ഷേമ പെൻഷൻ വിതരണം ഇപ്പോഴും തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് വിവരം. ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ താഴെ നിന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന സ്ക്രീൻഷോട്ടാണ് കൈരളി ചാനലിന്റെ ഓൺലൈൻ ന്യൂസ് ആയിട്ട് വന്നിട്ടുള്ളത്. ഏപ്രിൽ മാസത്തെ പെൻഷൻ വിഷു ഈസ്റ്ററിനോടനുബന്ധിച്ച് 31-ാം തീയതിയും ഈ മാസത്തെ, അതായത് മാർച്ച് മാസത്തെ പെൻഷൻ വിതരണം ഈ മാസം 25 മുതൽ വിതരണം ആരംഭിക്കും എന്നുമാണ് ഇതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ബന്ധപ്പെട്ട കൂടുതൽ അറിയിപ്പുകൾ ലഭിച്ചാൽ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകാൻ കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ കാണാം. ദൂരേക്കും ബൈ.